വർഷങ്ങളായി പൂട്ടിക്കിടന്ന 80ഓളം കുലക്കടകൾ കഴിഞ്ഞ ആഴ്ച മുതൽ പൊളിച്ചു നീക്കാൻ തുടങ്ങിയെങ്കിലും ബാക്കിയുള്ള 202 പ്രധാന കടകളിൽ നിന്ന് വ്യാപാരികൾ ഒഴിഞ്ഞുപോയിരുന്നില്ല. നവീകരണത്തിന് മുന്നോടിയായി ഇവരെ പുനരധിവസിപ്പിക്കാൻ താൽക്കാലിക സൗകര്യമൊരുക്കിയെങ്കിലും അതിൽ പരിമിതികൾ ചൂണ്ടിക്കാട്ടിയാണ് വ്യാപാരികൾ മാറാത്തത്. ഇപ്പോൾ ഞങ്ങളിരിക്കുന്നത് ഒരു 100-110 സ്ക്വയർ ഫീറ്റ് 150 സ്ക്വയർ ഫീറ്റൊക്കെ വരുന്ന കടകൾ. ഇപ്പോൾ തന്നിട്ടുള്ളത് 30 മുതൽ 45-50 വരുന്ന സ്ക്വയർ ഫീറ്റുള്ള കടകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇടയ്ക്ക് ആദ്യം കൊടുത്ത ഞങ്ങളുടെ കേസ് സ്റ്റേ തന്നിട്ട് സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബിൽഡിങ്ങിനുള്ളിൽ AC ഉണ്ടെന്ന് വരെ കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞു. ഈ ഇരിക്കുന്നതും ഈ കിടക്കുന്ന വേസ്റ്റും തമ്മിൽ ഒരു 70 മുതൽ 200 മീറ്റർ വരെ ഡിസ്റ്റൻസാണ് ഉള്ളത്. പക്ഷേ ഈ ബിൽഡിങ്ങും ഈ വേസ്റ്റും തമ്മിൽ 1 മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതായത് നമുക്കിവിടെ പുതിയ ബിൽഡിംഗ് ഒന്നും പറഞ്ഞാൽ മാറിപ്പോകണമെന്നുള്ളത് വികസനത്തിൽ ഒരിക്കലും ഞങ്ങൾ തടസ്സക്കാരല്ല. നമ്മളിതിന് യാതൊരു ഇതില്ല. അപ്പോൾ അവിടെ കുറേ ചവർ കിടപ്പുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയി നോക്കണമെങ്കിൽ കാണാൻ പറ്റും. ആ ചവർ മാറാൻ പറഞ്ഞിട്ട് ഒരു കൊല്ലത്തിൽ കൂടുതലായി. അത് ചെയ്യണമെന്ന് വിചാരിച്ച് ഇതിനുമേ നടക്കുമായിരുന്നു. അധികൃതരുടെ അശാസ്ത്രീയ നീക്കങ്ങളാണ് മാർക്കറ്റ് നവീകരണവും വികസനവും ഇഴയാൻ കാരണമെന്ന് കച്ചവടക്കാർ ആരോപിക്കുന്നു. ഈ ബിസിനസ് ചെയ്യുന്നവർക്ക് മൂന്നാമത്തെ നില, ഈ പച്ചക്കറി പഴം ഇങ്ങനെയൊക്കെയുള്ള 60 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ മൂന്നാമത്തെ നില. നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്കും അല്ലാത്തവർക്കും പിന്നെ കട ഇല്ലാത്തവർക്ക് ഒരാളിൽ 2-3 കടയുണ്ട്. അവരത് വെച്ച് വാടകയ്ക്ക് കൊടുത്തേക്കണം, അവർക്കൊക്കെ താഴെ. അപ്പോൾ ഇത് എന്തോന്ന് നീതിയാണ് കാണിക്കുന്നത്? ഞങ്ങൾക്ക് രാമാനം ഇവിടെ ഇടിച്ചു കഴിഞ്ഞാൽ ഈ പെട്ടിക്കകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്, ഈ കൊട്ടപ്പാക്ക് ഇതെല്ലാം. അത് ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ ഒരു ഇടം തരണം. 2ാം നിലയിലാണ് പറയണത്. ഒരു സൗകര്യമില്ല, കാറ്റാ വെളിച്ചൊന്നും കയറാൻ നിവർത്തിയില്ല. അങ്ങനെ അവർ മാറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് താഴെ കിട്ടിയാൽ ഇങ്ങനെയുള്ള മലക്കറി നമുക്ക് കാലുകളും കൈകളൊന്നും വയ്യാത്ത 19 വയസ്സൊക്കെ ആയി. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. 2 ആഴ്ചക്കകം കടമുറികൾ ഒഴിയണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ജനുവരിയിൽ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും വ്യാപാരികൾ വഴങ്ങിയിരുന്നില്ല. പാളയം മാർക്കറ്റിനുള്ളിലെയും 9 വാർഡുകളിലെയും മത്സ്യ മാംസ പച്ചക്കറി അവശിഷ്ടം തള്ളുന്ന ടാങ്കിന് സമീപത്താണ് താൽക്കാലിക കെട്ടിട സമുച്ചയമെന്നാണ് വ്യാപാരികളുടെ പരാതി. മാലിന്യക്കൂന നീക്കം ചെയ്യാതെ കടകൾ ഒഴിയില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് തന്നെ ഒരുപടിയില്ല. സാധനങ്ങൾ കിടക്കുന്നത് എപ്പോഴാണ് പൊളിക്കണമെന്നൊന്നും അറിയാനും പറ്റാത്ത രീതിയിലാണ് പോകുന്നത്. കച്ചവടം ഇവിടെ അവിടെ ഇനി എങ്ങോട്ട് ആ ചവറെല്ലാം കിടക്കുന്നതിൻ്റെ ഇടയിൽ പോയിരുന്ന് എന്ത് ചെയ്യും? താഴെ ബാറും സൈഡിൽ ഹോട്ടലും പച്ചക്കറി കടയും പലവിധ കടയിലും 3ാമത്തെ നിലയിലും 2ാമത്തെ നിലയായിട്ട് അത് നിത്യോപയോഗ സാധനങ്ങളുടെ വ്യാപാരത്തെ അത് നല്ല രീതിയിൽ ബാധിക്കും. ആരും മേടിക്കാൻ വരത്തില്ല. മുൻപ് ഉന്നയിച്ച പല പരാതികൾക്കും കോർപ്പറേഷൻ പരിഹാരം കണ്ടിട്ടില്ലെന്നും വ്യാപാരികൾ ആരോപിച്ചു. 301 കടക്കാരെയാണ് നിലവിൽ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കണ്ണിമേറ മാർക്കറ്റ് നവീകരിക്കുന്നത്. 3 ബ്ലോക്കുകളായി 3 നില കെട്ടിടങ്ങളാണ് താൽക്കാലിക കെട്ടിട സമുച്ചയത്തിലുള്ളത്. 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.